ഹലോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അരിയൊന്നും കുതിർത്ത് എടുക്കുകയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കണതെന്ന് വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ നമ്മളിത് അരിപ്പൊടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പത്തിനും അപ്പത്തിനും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തരിയുള്ള അരിപ്പൊടി എടുക്കരുതേ. ഇനി നമുക്ക് ഈ പൊടി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശമാവൊക്കെ എടുക്കില്ലേ, അതേപോലെ നന്നായിട്ട് എടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയായി പോകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 സ്പൂണിനടുത്ത് ചോറാണ് കേട്ടോ. ചോറിന് പകരം നിങ്ങളുടെ കയ്യിൽ വെള്ള അവലുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ സീഡ് മാത്രമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായി എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണിനടുത്ത് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാമേ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഏത് ഈസ്റ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചതാ ഈ ബൗളിലോട്ട് അങ്ങ് ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ഇത് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ടൊക്കെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു 8 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ രാത്രിയൊക്കെ അരച്ച് വെച്ചിട്ട് എടുത്താലും നന്നായിട്ട് കിട്ടുവേ. അപ്പോൾ മിനിമം നമ്മൾ ഒരു 8 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കാം. എന്നിട്ട് നമുക്കിതാ എടുത്ത് നോക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തായിരുന്നല്ലോ, തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത സമയത്ത് ഒരു നുള്ളുപ്പ് വേണമെങ്കിലും ആ സമയത്ത് ചേർത്ത് കൊടുക്കാമേ. ഇനി ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി എടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിന് പകരം നമ്മുടെ കയ്യിൽ പ്ലേറ്റ്, നമ്മൾ ഊണൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ അതിലാണല്ലോ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇതേപോലെ കേക്ക് ടിന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ ഒന്ന് തടവിയതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ക്യാഷ്നട്ടോ അല്ലെങ്കിൽ നമുക്ക് ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അരിഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട്, വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ആവിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 20 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്തതാണ് കേട്ടോ. ഞാൻ ഒരു 20 മിനിറ്റോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ വട്ടകയൊക്കെ അപ്പമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ ആകപ്പാടെ വൃത്തികേടായി പോകും. അപ്പോൾ അതുകൊണ്ട് തണുത്തതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പൊള്ളി വട്ടകയപ്പം നമുക്കിവിടെ റെഡിയായി കിട്ടും കേട്ടോ. വളരെ സിമ്പിളല്ലേ. നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുതിർന്ന് വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ വളരെ ഈസിയാണ്. അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് മധുരം കുറച്ച് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. മധുരം കൂടുതലാക്കി എടുത്തെന്നാൽ നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആവിയിൽ വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ തുറന്നിട്ട് ആ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ അതുപോലെ പഴം, ഏത്തപ്പഴമോ ഒക്കെ മുറിച്ച് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളേ.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.